ചരിത്രാതീത കാലം മുതൽ ഭാഷാ പഠനം ഒരു മെനക്കേട് പിടിച്ച പരിപാടിയാണ്. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ആ കാര്യത്തിൽ സിംഗം എന്ന് വിളിക്കാവുന്ന ചിലർ നമുക്കിടയിൽ ജീവിച്ചിരുന്നു. ഉദാഹരണത്തിന് ഈ മനുഷ്യൻ. വർഷം 1836 ഈ പാതിരി അങ്ങ് ജർമ്മനിയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ചിട്ട് വേണ്ടി വന്നു നമുക്കൊരു സമ്പൂർണ്ണ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഉണ്ടാവാൻ. ശബ്ദധാരാവലി. പുള്ളി സിംഗം തന്നെ, സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും, വിച്ച് ഈസ് we ain't neither Herman Gundert nor Shashi Tharoor. What's expected of me, but I'm not sure how to do it any differently. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാഷ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു എലമെന്റ്, ദ കൾച്ചർ. ഒരു ഭാഷയുടെ രൂപാന്തര പ്രാപ്തിയിൽ കൾച്ചറിന് എന്ത് പങ്ക് എന്ന് ചോദിക്കുന്നത് വിനീത് ശ്രീനിവാസൻ സിനിമയിൽ ചെന്നൈക്ക് എന്ത് പങ്കെന്ന് ചോദിക്കുന്ന പോലെയാണ്. കട്ട് കോൺട്രവേഴ്ഷ്യൽ എക്സാമ്പിൾ. കൾച്ചർ തൊടാതെ ഭാഷ പഠിക്കുന്നത് KPS ലളിതില്ലാതെ സത്യനന്ദിക്കാട് സിനിമ പോലെയാണ്. Now here comes the $1 million question. What if there is a comprehensive platform where you can learn how to think in German, almost like a native? Hypothetically, അങ്ങനെയൊന്നുണ്ടെങ്കിൽ would you make use of it? If you did just murmur, whisper or scream a yes, children, I've got good news for you. ലാൻസ്റ്റിറ്റ്യൂട്ട് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. ഏത് വിഡ്ഢിക്കും ജർമ്മൻ പഠിക്കാം.